ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ദിസ് ഇസ് ദ അൾട്ടിമേറ്റ് ഗൈഡ് ഫോർ എ സ്റ്റുഡൻറ്റ് ഹു ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു മെർച്ചൻ്റ് നേവി ആഫ്റ്റർ 12th സയൻസ്. ഹൗ ടു ജോയിൻ മെർച്ചൻ്റ് നേവി ആഫ്റ്റർ 12th സയൻസ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതൊരു അൾട്ടിമേറ്റ് ഗൈഡ് ആകാൻ പോവുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കാൻ മറക്കണ്ട. നോ കൺഫ്യൂഷൻസ്, നോ ഫേക്ക് ഏജൻറ്റ്സ്, which is the direct way to join or how to build a top career in Merchant Navy after 12th science. സോ ആദ്യം നമുക്ക് അക്കാഡമിക് റിക്വയർമെൻറ്റ് എന്താണ് നിങ്ങൾക്ക് വേണ്ടുന്ന മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നോക്കാം. മെർച്ചൻ്റ് നേവിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം, എന്നാൽ ടോപ്പ് കരിയർ ബിൽഡ് ചെയ്യണം ആഫ്റ്റർ 12th സയൻസ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട അർജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലെ 12th മാർക്ക് അത് 60% ആൻഡ് എബോവ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുള്ളത്. 60% ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതണമെങ്കിൽ, IMU-CET എഴുതണമെങ്കിൽ 60% PCM മാർക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഇംഗ്ലീഷിൽ 50% ഇൻ 10th ഓർ 12th എന്നാണ് IMU-CET ഗൈഡ് ലൈൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. 12th സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആൻഡ് എഗെയിൻ 12th സയൻസിന് ശേഷമേ നിങ്ങൾക്കൊരു ടോപ്പ് കരിയർ മെർച്ചൻ്റ് നേവിയിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കൂ. പലരും ഒരുപക്ഷെ നിങ്ങളെ ഫോൺ കോൾ ചെയ്ത് ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട ചില ജോബ് ഓഫേഴ്സൊക്കെ തരുന്നുണ്ടാകാം. ദാറ്റ് മൈറ്റ് ബി എ ഫ്രോഡ് ഏജൻസി. അത് പ്രത്യേകിച്ച് 10th ക്ലാസ് കഴിയുന്ന ഒരു സമയത്ത് പലരും നിങ്ങളെ വിളിക്കുന്നുണ്ടാകാം. ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, 3 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ കോഴ്സ് ചെയ്ത് ഷിപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതിൽ ഒട്ടുമിക്കതും ഇങ്ങനത്തെ ഫേക്ക് ഏജൻസി ആകാനാണ് സാധ്യത. വളരെ ജാഗ്രതയോടെ വേണം നിങ്ങൾ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് IMU-CET എന്ന് പറയുന്ന കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ. നിങ്ങൾ ഓൾ ഓവർ ഇന്ത്യയാണിത് നടത്തപ്പെടുന്നത്. ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ഈ എക്സാമിനേഷൻ വർഷത്തിൽ ഒരിക്കലാണ് കണ്ടക്ട് ചെയ്യുക. മോസ്റ്റ്ലി ഇൻ ദ മന്ത് ഓഫ് മെയ്, അതായത് 12th കഴിഞ്ഞ് ഒരു 1.5 മന്ത്സിനുള്ളിലായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാതെ മെർച്ചൻ്റ് നേവിയിലെ ടോപ്പ് കോഴ്സസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. IMU-CET എന്ന് പറയുന്നത് എൻറ്റയർലി ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. എങ്കിലും ഇത് ക്രാക്ക് ചെയ്ത് നല്ല റാങ്കിൽ വരുന്ന കാര്യം ഇന്നത്തെ സമയം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കോമ്പറ്റീഷൻ അതുപോലെ ആയി തുടങ്ങി. ഒരുപക്ഷെ ഒരു 5 വർഷം മുമ്പ്, ഒരു 2021 സമയങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഇത്രത്തോളം കോമ്പറ്റീഷൻസ് ഇല്ലായിരുന്നു എന്ന് പറയാം. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് IMU-CETയുടെ സെൻറ്ററുകൾ ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വന്നു തുടങ്ങി. ഇപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ, ഞാൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട് ഈ മെർച്ചൻ്റ് നേവി എക്സാംസിന് വേണ്ടിയിട്ട്. അപ്പോൾ പല കുട്ടികൾക്കും അവരവരുടെ ജില്ലകളിൽ തന്നെ IMU-CET സെൻറ്റേഴ്സ് അലോട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ കേരളത്തിൽ ഒരുപാട് കുട്ടികൾ അത് എഴുതുന്നു എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സ്റ്റെപ്പ് 3, ഗെറ്റിംഗ് എ സ്പോൺസർഷിപ്പ്. സ്പോൺസർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഷിപ്പിംഗ് കമ്പനി അവരുടെ ഫ്യൂച്ചറിലേക്ക് നോക്കും. അതായത് അവരുടെ ഫ്യൂച്ചറിൽ എനിക്ക് ഇത്ര ക്യാപ്റ്റൻസിനെ ആവശ്യമുണ്ട്, എനിക്ക് ഇത്ര മെർച്ചൻ്റ് നേവി ഓഫീസേഴ്സ്, ഇത്ര മറൈൻ എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വർഷം എത്ര സെലക്ഷൻ ഞാൻ ചെയ്യണം എന്നുള്ളൊരു കണക്ക് എല്ലാ ഷിപ്പിംഗ് കമ്പനീസിനും കയ്യിലുണ്ടാകും. അപ്പോൾ അവരത് വച്ചിട്ട് അവരുടെ സൈറ്റിലോ അല്ലെങ്കിൽ അവരുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ചില മാരിടൈം ട്രെയിനിങ് കോളേജസിൻ്റെ സൈറ്റ് വഴിയോ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് 12th സയൻസിന് ശേഷം ഒരു കുട്ടി അപ്ലൈ ചെയ്യുകയും ആ കുട്ടിയെ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനികൾ സ്പോൺഷിപ്പ് എക്സാം, സ്പോൺഷിപ്പ് ഇൻ്റർവ്യൂ, സൈക്കോമെട്രിക് ടെസ്റ്റ് ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത് ഫൈനലി ഇതെല്ലാം പാസ്സാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് ലെറ്റർ അവരുടെ കയ്യിലേക്ക് തരും. ഈ സ്പോൺസർഷിപ്പ് ലെറ്റർ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഈ സ്പോൺസർ എന്നുള്ളൊരു വാക്കിന് നമ്മൾ മലയാളത്തിൽ ഒരു കാര്യം ഏറ്റെടുത്ത് നടത്തുക അല്ലെങ്കിൽ അതിനായിട്ടുള്ള പണം ചിലവാക്കുക എന്നുള്ളൊരു അർത്ഥമായിരിക്കും മലയാളത്തിലുള്ളത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ മാച്ച് ചെയ്യരുത്. ഓക്കെ, സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പോൺസർഷിപ്പ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനി ഗ്യാരണ്ടി തരുവാണ് ഒരു കുട്ടിക്ക്, ഓക്കെ നീ പോയി മെർച്ചൻ്റ് നേവി കോഴ്സ് പഠിച്ചോളൂ, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഷിപ്പിംഗ് കമ്പനിയിൽ ഞാൻ ജോലി തന്നോളാം എന്നൊരു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനി പറയുന്ന ലെറ്ററാണ്. ചുരുക്കി പറഞ്ഞാൽ സ്പോൺസർഷിപ്പ് ലെറ്റർ അല്ലെങ്കിൽ ഒരു ജോബ് ഗ്യാരണ്ടി ലെറ്റർ.
ഈ ജോബ് ഗ്യാരണ്ടി ലെറ്റർ വെച്ചിട്ടായിരിക്കും ഒരു മെർച്ചൻ്റ് നേവിയിലേക്ക് 12th സയൻസ് കഴിഞ്ഞ കുട്ടി കയറാൻ പോകുന്നത്. അപ്പോൾ ഈ മെർച്ചൻ്റ് നേവിയുടെ പ്രത്യേകത എന്താണ്? സാധാരണ നമ്മൾ പല പരസ്യങ്ങളിലും കേൾക്കുന്നത് എന്താണ്? പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ ജോലി അല്ലേ? എങ്കിൽ മെർച്ചൻ്റ് നേവിയിൽ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ പറഞ്ഞ സ്പോൺസർഷിപ്പ് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ആദ്യം ജോലി, പിന്നെയായിരിക്കും ആ കുട്ടി കോഴ്സിലേക്ക് പോകുന്നത്. അതായത് ആ കുട്ടി കോളേജിൽ പോയി ഫസ്റ്റ് ഡേ ഇരിക്കുന്നതിന് മുൻപ് അവൻ്റെ കയ്യിൽ ജോബ് ഓഫർ ലെറ്റർ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, IMUCT ക്ലിയർ ചെയ്യാതെ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് വാലിഡ് അല്ല. അതായത് ഒരു ഷിപ്പിംഗ് കമ്പനി നിങ്ങളെ സെലക്ട് ചെയ്തെങ്കിലും നിങ്ങൾ IMUCTയിൽ മിനിമം ക്വാളിഫൈ എങ്കിലും ആകണം എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ആൻഡ് പല കുട്ടികളും ചോദിക്കാറുണ്ട്, IMUCT ആണോ ആദ്യം നടക്കുന്നത് അതോ സ്പോൺസർഷിപ്പ് എക്സാമിനേഷൻ ആണോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിൻ്റെ ഈ പ്രോസസ്സാണോ ആദ്യം നടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം IMUCTയുടെ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ആകും, അതിനൊപ്പം തന്നെ സ്പോൺസർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻസും ഓപ്പൺ ആകും. നമ്മളിതെല്ലാം കൊടുക്കും. ഈ കൊടുത്തതിന് ശേഷം ഈ സ്പോൺസർഷിപ്പ് എക്സാംസ് ആയിരിക്കും ആദ്യ സമയങ്ങളിൽ നടക്കുന്നത്. മോസ്റ്റ്ലി ഒരു ഏപ്രിൽ മാസത്തിലായിരിക്കും ഇത് കൂടുതൽ നടക്കുന്നത്. ഇപ്പോൾ 12th കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു മാർച്ചിലൊക്കെ പരീക്ഷ കഴിയും. ഏപ്രിൽ ആദ്യത്തെയോ രണ്ടാമത്തെയോ ആഴ്ച മുതൽ തന്നെ സ്പോൺസർഷിപ്പ് കമ്പനീസ് വിളിച്ചു തുടങ്ങും. ഓരോ ഇൻ്റർവ്യൂ, അതുപോലെ എക്സാം, സ്പോൺസർഷിപ്പ് എക്സാം, ഈ കാര്യങ്ങളെല്ലാം. എങ്കിൽ IMUCT നടക്കുന്ന ഒരു പക്ഷേ മെയ് അവസാനമായിരിക്കും. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നേരത്തെ കൊടുത്തെന്ന് പറഞ്ഞിട്ട് IMUCT നേരത്തെ ആവണമെന്നില്ല. IMUCTക്ക് ഒരു ഫിക്സഡ് ഡേറ്റ് ഉണ്ട്. അതിന് മുൻപോ പിൻപോ എക്സാം നടത്താം സ്പോൺസർഷിപ്പ് കമ്പനീസ്. അത് ആ സ്പോൺസർഷിപ്പ് കമ്പനീസിൻ്റെ ഇഷ്ടമാണ്, അവർക്ക് ഏത് സമയത്ത് നടത്തണം, എപ്പോൾ നടത്തണം എന്നുള്ളത്. ചില കമ്പനീസ് IMUCTക്ക് മുന്നേ നടത്താറുണ്ട്, അത് കഴിഞ്ഞ് നടത്തുന്ന കമ്പനീസും ഉണ്ട്. സോ ഇതാണ് എക്സാക്ട് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലെ പെർസെൻറ്റേജ്, ഇംഗ്ലീഷ് പെർസെൻറ്റേജ്, പിന്നെ രണ്ടാമത് വരുന്നതാണ് ക്ലിയർ IMUCT. തേർഡ് സ്റ്റെപ്പാണ് സ്പോൺസർഷിപ്പ്. ഗെറ്റ് എ സ്പോൺസർഷിപ്പ് ഫസ്റ്റ്, then join Diploma in Nautical Science course, which is best option to join Merchant Navy now. And ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെഡിക്കൽ വരുന്നുണ്ട്. മെഡിക്കലിനെ പറ്റി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ടാവും, വളരെ ഇൻഡെപ്ത് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് IMUCTയും അതുപോലെ തുടർന്നെടുക്കേണ്ട സ്റ്റെപ്പുകളും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.